വളരെ നന്ദി രാഹുൽ പ്രതികരിച്ചിട്ട്. ഇപ്പോൾ ശ്രീ അഡ്വക്കേറ്റ് എ ജയശങ്കർ കൂടിയുണ്ട്. ശ്രീ ജയശങ്കർ, ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നു. ഇനി അങ്ങോട്ടേക്കാണ് ഇതിൻ്റെ കൂടുതൽ വ്യാപ്തി. ഇത് എവിടെ പോയി ഇത് കണ്ടെത്തുക എന്നതൊക്കെ SITയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇത്രയധികം വിശ്വാസത്തോടെ ആളുകൾ കാണുന്ന ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട്, ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ശബരിമലയുമായി ഇത്ര ബന്ധമുണ്ട് എന്ന് ഊറ്റം കൊണ്ടിരുന്ന ഒരാൾ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കേൾക്കാനും ഇതിനേക്കാൾ വലിയ ഞെട്ടൽ അനുഭവിക്കാനും പോകുന്നതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു സാമാന്യമായ ധാരണ, ഈ ഇടതുപക്ഷക്കാർ അധികാരത്തിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് CPMക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വലിയ കൊള്ളകൾ നടക്കില്ല എന്നാണ്. വല്ല ദേവസ്വം ബോർഡ് കോളേജിലെ നിയമനം വരുമ്പോൾ ഒരു പാർട്ടിക്കാരെ അവിടെ അധ്യാപകരായിട്ടോ അനധ്യാപകരായിട്ടോ ഒക്കെ നിയമിക്കും. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ അവർ യൂണിയൻകാർ പറയുന്ന താല്പര്യം അനുസരിച്ച് നിയമനങ്ങളോ സ്ഥലം മാറ്റങ്ങളൊക്കെ നടത്തും എന്നല്ലാതെ ഇവർ പരസ്യമായിട്ട് ഇത്ര വലിയ അഴിമതി, ഇത്ര വലിയ തട്ടിപ്പ്, ഇത്ര വലിയ കൊള്ള നടത്തും നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. നേരത്തെ RSPക്കാരും ജനതാദളിലേക്ക് ആയിട്ടുള്ള ചില മെമ്പർമാരിരുന്നപ്പോൾ അവര് നല്ലപോലെ കാശ് മേടിച്ചായിട്ട് നമുക്കറിയാം. അപ്പോഴും CPMകാരും താരതമ്യേന ഭേദമായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആ വിശ്വാസവും ആ ഒരു തെറ്റിദ്ധാരണയും നീങ്ങുകയാണ്. കാരണം മറ്റെല്ലാവരെക്കാളും നന്നായിട്ട് ഇവർക്ക് അഴിമതി നടത്താൻ പറ്റും. കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും ഒക്കെ നാണിച്ച് തല താഴ്ത്തേണ്ട ഒരു ദിവസമാണ് ഇത്. കാരണം ഇതിനു മുമ്പ് ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാരുണ്ടായിരുന്നു, ഇല്ലേ? N ഭാസ്കരൻ നായരുണ്ടായിരുന്നു, ഉപേന്ദ്രനാഥ കുറുപ്പുണ്ടായിരുന്നു, മറ്റ് പല ആളുകളും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹമൊക്കെ അവിടെ ഇരുന്നാണ് ഇവർക്ക് ആർക്കും ഇതുപോലെ ഒരു അതിക്രമം നടത്തുന്ന പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. കോൺഗ്രസ്സുകാരെ, കേരള കോൺഗ്രസ്സുകാരെ, NDPക്കാരെ ഒക്കെ ബഹുദൂരം പിന്നിലാക്കി അന്ന് ഇന്ന് നാട്ടിലെ ഏത് സഖാവിനും അഭിമാനിക്കാം. കാരണം ഇത്ര വലിയൊരു കൊള്ള ഇവർക്ക് നടത്താൻ പറ്റി. ഇത് പത്മകുമാർ തന്റെ ഇഷ്ടപ്രകാരം ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം ഈ നാട്ടിൽ സാമാന്യം സൽപ്പേരുണ്ടായിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു അഴിമതിക്കാരനായിട്ട് അദ്ദേഹത്തെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അതുപോലെ മുരാരി ബാബു, അവരൊക്കെ മോഷ്ടാക്കൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഇവരെയൊക്കെ പുറകിൽ അതിശക്തരായ മറ്റ് ആളുകളുണ്ടായിട്ട് അത് കടകംപള്ളി സുരേന്ദ്രനിൽ അവസാനിക്കുമോ എന്ന് നമുക്കറിയില്ല. മിക്കവാറും അത് കടന്നു പോകാനാണ് സാധ്യത. ആ നിലയിലുള്ള ഇടപെടൽ, അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കളിക്കാൻ വലിയ ആളുകളുണ്ട് എന്ന് തന്നെ ആ നിലയിലേക്ക് അന്വേഷണം പോകുമെന്ന് കൂടി കരുതുന്നുണ്ടോ? ഇനി അടുത്ത ഘട്ടം അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതാണല്ലോ നടക്കേണ്ടത്. അതെ, അന്വേഷണം ഏതുവരെ പോകും എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഇത് ഈ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് വെറും ഒരു പൂക്കടയിലുണ്ടായ ഗുഡാലോനെയോ അല്ലെങ്കിൽ കുന്നുമ്മക്കര രാമേന്ദ്രൻ തന്റെ ഇഷ്ടപ്രകാരം ജയിച്ചുവാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കാൻ നമുക്ക് ന്യായമില്ല. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്ന് ഗുണ്ടകളെ കൊണ്ടുവന്ന് കോഴിക്കോട് ജില്ലയിൽ കൊലപാതകം നടത്താനായിട്ട് ഒരു രാമേന്ദ്രനോ അശോകനോ വിചാരിച്ച് നടക്കില്ല. എന്ന് പറഞ്ഞ പോലെ ശബരിമലയിൽ വല്ല തിരുവാഭരണം പൊട്ടിക്കോ അല്ലെങ്കിൽ മണ്ണാരത്തി കൈയിട്ടവരൊക്കെ ചെയ്യാൻ വിചാരിച്ചാൽ നടക്കും. അത് മുരാരി ബാബു വിചാരിച്ചാൽ തന്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള അങ്ങനത്തെ അതിക്രമമേ അല്ല, പകൽ കൊള്ളയാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ AKG സെന്റർ കേന്ദ്രമായിട്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് വിചാരിക്കാനാണ് ഞാൻ ന്യായം കാണുന്നത്.